എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലെ ഏറ്റവും വലിയ മുതൽ എന്ന് പറഞ്ഞൊരു കൺസിസ്റ്റൻസി, ഒന്ന് ചെയ്യാനുള്ള എൻ്റെ നിശ്ചയദാർഢ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന മനുഷ്യർ വൾണറബിളായ സിറ്റുവേഷനിൽ കൂടെ കടന്നു വരുന്നവരായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 80% ആളുകൾ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ കുളിക്കാതെ പോകുന്ന വിദ്യാർത്ഥിയായിരുന്നു, ചിലപ്പോൾ ഞാൻ തലനിറ പേനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഞാൻ പഴശ്ശിരാജ കോളേജിലാണ് പ്രീ ഡിഗ്രി കാലം പഠിച്ചത്. ആ സമയത്ത് ഞാൻ എന്താ പറയുക, അതിദാരുണമായിട്ടുള്ള തോൽവി എന്നൊക്കെ പറയുമല്ലോ. അതായത് പരീക്ഷ എഴുതാൻ വന്നാൽ അടുത്ത് എവിടെയെങ്കിലും കയറിയിരിക്കുക, ആബ്സെൻ്റ് ആവുക, ചിലപ്പോൾ എഴുതിയാൽ ഒരു 6 മാർക്കൊക്കെ കിട്ടുക, അങ്ങനത്തെ ഒക്കെ ഉള്ള ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ ഒരു പഠനം നിർത്തി. പിന്നെ ഞാൻ നാട്ടിലെ ചെറിയ ചെറിയ പണിക്കൊക്കെ ഞാൻ ആദ്യമായി കോഴിക്കോട് വരുന്നത് ആംബുലൻസിലാണ്. ഈ ആത്മഹത്യ ശ്രമം നടത്തി. തീർച്ചയായിട്ടും. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് പി കെ നിർമ്മലയാണ്. കോഴിക്കോട് ബാർ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ബാർ അസോസിയേഷൻ്റെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. അതുപോലെ കെൽസയുടെ കോഴിക്കോട് ഘടകത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരാളുമാണ്. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ, വയനാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമം, അതും ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് അവരെങ്ങനെയാണ് അവരുടെ ഈ ഒരു ഇന്നത്തെ നിലയിലേക്ക് അവരെത്തിയത് എന്നുള്ളതാണ് അവർ നമ്മോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് നിർമ്മല നമ്മുടെ കേരള ഇൻസൈറ്റിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഈ ചർച്ചയിലേക്ക് വന്നതിൽ. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു കുടിയേറ്റ ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നത് എന്ന്. എങ്ങനെയാണ് ആ ഒരു ജീവിതം, ആ ഒരു കാലം, അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് കനവിലെത്തുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഇന്നത്തെ ഒരു നിലയിലേക്കുള്ള ഒരു കുട്ടിക്കാലം, അവിടെ നിന്ന് മുതൽക്കുള്ള ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുടിയേറ്റ ഗ്രാമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമം പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളിയുടെ ഒരു കർണാടക ബോർഡറിലുള്ള കന്നാരമ്പുഴയുടെ തീരത്താണ് എൻ്റെ വീട്. അത് ചണ്ണവത്ത് കൊല്ലി എന്ന പേരാണ് ആ ഗ്രാമത്തിനുള്ളത്. ഞങ്ങൾ ഗ്രാമത്തിലുള്ള അവിടുത്തെ ഒരു മഴ എന്ന് പറഞ്ഞാൽ, ആ മഴ വല്ലാണ്ട് ആർത്തലച്ചാണ് പെയ്യുക. ആർത്തലച്ച് പെയ്ത് കഴിഞ്ഞാൽ 2 മലയുടെ ഇടയിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണിലിറങ്ങാതെ ഒരൊറ്റ പോക്കാണ് റോട്ടിക്കൂടി കന്നാരമ്പുഴയിലേക്ക്. അങ്ങനെയുള്ള മലവെള്ളപ്പാച്ചിലാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ എത്തിപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു ബ്രില്യൻ്റായ സ്റ്റുഡൻറ്റോ, ഒരു കാലത്തും ഒരു ബ്രില്യൻ്റായ സ്റ്റുഡൻറ്റോ, ഒരു എന്താ പറയുക പിന്നാലെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ ആളോ ഒന്നും ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നല്ല വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലെ ഏറ്റവും വലിയ മുതൽ എന്ന് പറഞ്ഞൊരു കൺസിസ്റ്റൻസി, ഒന്ന് ചെയ്യാനുള്ള എൻ്റെ നിശ്ചയദാർഢ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാലും പോരാ. അപ്പം നമ്മളൊരു ടാർഗറ്റ് ഇട്ടിട്ട് അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളേ അല്ല. നമ്മൾ സഞ്ചരിച്ച് ചെന്നത് ഈ ടാർഗറ്റിലാണ് എന്നേ ഉള്ളൂ. എന്നെപ്പോലെ ഒരുപക്ഷെ ഫ്രെയിമിന് പുറത്ത് നിന്നിട്ടുള്ള ധാരാളം ആളുകൾ പലയിടത്തും എത്തിയിട്ടുണ്ടാവാം. ഞാൻ കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ഒരു 1880കളിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2021 ഞാൻ എൻ്റെ സെക്രട്ടറി ആകുന്നത്. ആ കാലം വരെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരാൾ ഈ ഒരു പദത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഏതൊരു അഭിഭാഷകരും ആഗ്രഹിക്കുന്ന സ്ഥാനമാണ്. അല്ലെങ്കിൽ ആ ഒരു ഇടത്ത് അവരവരുടെ ഒരു കാര്യങ്ങൾ നിർവഹിക്കാൻ അവരവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് ആ സ്ഥാപനത്തിന് കോൺട്രിബ്യൂഷൻ നൽകുക എന്ന് പറയുന്നത് ഏതൊരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആവുക, ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആവുക എന്നത് ഒരു 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 അംഗീകാരമായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല, ഞാൻ ആയിപ്പോയതാണ്. അത്തരത്തിൽ എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ, ഞാൻ ശരിക്കും ഒരു രാഷ്ട്രീയ ധാരണയുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിർമ്മല സെക്രട്ടറി ആവണം എന്ന നിലയ്ക്ക് ഞാൻ എത്തിപ്പെട്ട ഒരാളല്ല. അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ഒരു മികവ് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഈ അസോസിയേഷനിലേക്ക് 2008 സ്ത്രീ പ്രാതിനിധ്യമില്ലാത്ത ബാർ അസോസിയേഷനിലേക്ക്
സ്ത്രീകളുടെ പ്രാതിനിധ്യം വരുന്നത്. ബൈലോയിൽ എഴുതി ചേർത്ത സ്ത്രീകളുടെ പ്രാതിനിധ്യം വരുന്നത് 2 സ്ത്രീകളെ അതിനകത്ത് പ്രാതിനിധ്യം ശരി നിർബന്ധമായി കൊണ്ടുവരുന്നത് 2008-ലാണ്. അതുവരെ ഒരു പക്ഷേ സ്ത്രീകൾ 50 വർഷം മുമ്പ് ലീലാവതി വക്കീൽ ആദ്യം നമ്മുടെ ബാറിൽ മെമ്പറായി വന്നതിന് ശേഷം 2008 വരെ ബാർ അസോസിയേഷൻ്റെ ഭരണനിർവാഹക സമിതിയിൽ ഒരിക്കലും സ്ത്രീകളുണ്ടായിരുന്നില്ല. സ്ത്രീകൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു കാരണം യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ പശ്ചാത്തലം തന്നെയാണ്. ബാർ അസോസിയേഷനുള്ളിൽ നിന്ന് സ്ത്രീകൾ ആരും വരണ്ട എന്ന് പറയുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ സാമൂഹ്യ പശ്ചാത്തലം അങ്ങനെയാണ്. ഇപ്പം ഞാൻ എല്ലാവരും പറഞ്ഞ് സാധാരണഗതിയിൽ പഴകിയ അതേ സബ്ജക്റ്റാണ്. കാരണം ഒരു സ്ത്രീക്ക് അവരുടെ ഇന്നും അവർ ഒരേ പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിൽ ഒരു സ്ത്രീക്ക് പിന്നെ എന്നും അവർ എഴുന്നേൽക്കുന്ന സമയം മുതൽ ബിന്ദു എന്ന് വിളിക്കുമ്പം കട്ടൻ ചായ മുതൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വരാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ള. ആ സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കാം വരാതിരുന്നത്. അപ്പോൾ പ്രാതിനിധ്യം കൊണ്ടുവരാൻ വേണ്ടി 2008 ബാർ അസോസിയേഷൻ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും സംവരണ സീറ്റിൽ മത്സരിച്ചിട്ടേ ഇല്ല. ഞാൻ ട്രഷറർ പോസ്റ്റിലേക്കാണ് ആദ്യമേ മത്സരിച്ചത്. ആ സമയത്ത് എനിക്കെതിരെ ഒരു സ്ത്രീ തന്നെയാണ് മത്സരിച്ചത്. ഞാൻ ആ സമയത്ത് തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 2021 ഞാൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും എന്നെ ബാർ അസോസിയേഷനിലെ അംഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരിത്. അത് ഒരുപക്ഷെ ഇതൊരു ഞെട്ടിക്കുന്ന കാര്യം. കാരണം കുറച്ചു കാലം മുമ്പ് എനിക്ക് തോന്നുന്നു 70ഓളം വനിതാ വക്കീലന്മാരെ ഒന്നിച്ചു ചേരുക ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. 2020 ഞാൻ നിർമ്മലയുടെ ഒരു പോസ്റ്റാണ് കുറെ മുമ്പ് കണ്ടൊരു പോസ്റ്റാണ്. എല്ലാ ആളുകളെയും സംഘടിപ്പിച്ച് ഒരുമിച്ച് ഒരുപാട് സ്ത്രീകൾ 70ഓളം വനിതാ വക്കീലന്മാരുടെ ഒരു ഇടാണ് കോഴിക്കോട് ഈ ബാർ അസോസിയേഷൻ. ഒരു പകുതിയോളം ആളുകൾ തന്നെ ബാർ അസോസിയേഷനിൽ അഭിഭാഷകർ വനിതകളായിരിക്കും. ആളുകളും പക്ഷേ ഉണ്ടായില്ല എന്നുള്ളതൊരു അതെ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയും വ്യാമോഹിക്കുന്നൊന്നുമില്ല. കാരണം സ്ത്രീകളുടെ താല്പര്യം കൂടി സംരക്ഷിക്കുന്ന, സ്ത്രീകൾ കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇടമായി ബാർ അസോസിയേഷൻ മാറിയെന്നൊന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അതൊരു ആക്സിഡൻ്റലായി ആളുകൾ വരുന്നു, അതുപോലെ തന്നെ മരവിച്ച് നിൽക്കുകയും വീണ്ടും പഴയ കാലത്ത് എങ്ങനെയാണോ ഉണ്ടായത് അങ്ങനെ തന്നെ കുറേ കാലം കൂടി തുടരുകയും ചെയ്യും. കാരണം നമ്മളുടെ ഒരു മൂല്യങ്ങൾ എന്ന് പറയുന്നത് പുറത്തുള്ള സമൂഹത്തിൽ നിൽക്കുന്ന അതേപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യം, നിർമ്മലയുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ ഒരു പക്ഷേ അത് എനിക്ക് തോന്നുന്നേ എന്താ പറയുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മനുഷ്യർ വൾണറബിളായ സിറ്റുവേഷനിൽ കൂടെ കടന്നു വരുന്നവരായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 80% ആളുകൾ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ മോശപ്പെട്ട സാഹചര്യത്തിൽ കടന്നു വന്ന ആളുകളുടെ ഒരു പ്രതിനിധി തന്നെയാണ് ഞാൻ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു 8 കിലോമീറ്ററൊക്കെ ദൂരെ പോയാൽ സ്കൂളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ താമസിക്കുന്ന നാട്ടിൽ വളരെ അടുത്തടുത്ത് 2 കിലോമീറ്റർ ഇടവിട്ട് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ 1000ഓളം കുട്ടികൾ പഠിച്ച സ്കൂളാണുള്ളത്. എനിക്കൊരിക്കലും സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം സ്കൂള് ഒരു പക്ഷെ ഞാനെന്ന കുഞ്ഞിനെ ഞെരുക്കി ഇരുന്നു എന്ന് വേണം പറയാം. ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ആളുകൾക്ക് കൂട്ടുകാരുണ്ടാകുന്നതെന്ന്. അപ്പം എൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു ആളെ കൂട്ടുകാരനാക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരിയാക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ബെഡ് വെറ്റിംഗ് ആയ ആളായിരുന്നു. ഞാൻ മൂക്ക് സ്ഥിരമായി ഒലിക്കുന്ന ആളായിരുന്നു. പിന്നെ എൻ്റെ നാട് വെള്ളമില്ലാത്ത നാടായതുകൊണ്ട് 1-2 നട വെള്ളം മാത്രം വീട്ടിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുളിക്കാതെ പോകുന്ന വിദ്യാർത്ഥിയായിരുന്നു. ചിലപ്പോൾ ഞാൻ തലനിറ പേനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് എനിക്കൊരു വിഷയമെടുത്തൊരു സുഹൃത്തിനോട് പറയാനുണ്ടായിരുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ആളുകൾ മാറ്റി നിർത്തിയിട്ടല്ലെങ്കിലും ഞാൻ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഭൂതം, ആ മാറ്റി നിർത്തലിൻ്റെ ഒരു ഭൂതം എന്നെ ഒരു 18 വയസ്സ് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലം മുതലേ എന്നെ പിന്തുടർന്നു. ആ കാലം വരെ എന്നെ പിന്തുടർന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കോളേജ് ഞാൻ പഴശ്ശിരാജ കോളേജിലാണ് പ്രീ ഡിഗ്രി കാലം പഠിച്ചത്. ആ സമയത്ത് ഞാൻ എന്താ പറയുക, അതിദാരുണമായിട്ടുള്ള തോൽവി എന്നൊക്കെ പറയുമല്ലോ, തോക്കുമ്പോൾ പോലും നമുക്ക് തോറ്റല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കാൻ കഴിയാത്തൊരു തോൽവി, അത്തരം തോൽവിയും കൊണ്ടാണ്
അതായത് പരീക്ഷ എഴുതാൻ വന്നാൽ അടുത്ത് എവിടെയെങ്കിലും കയറിയിരിക്കുക, ആബ്സെൻ്റ് ആവുക, ചിലപ്പോൾ എഴുതിയാൽ ഒരു 6 മാർക്കൊക്കെ കിട്ടുക, അങ്ങനത്തെ ഒക്കെ ഉള്ള ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ ഒരു പഠനം നിർത്തി. പിന്നെ ഞാൻ നാട്ടിലെ ചെറിയ ചെറിയ പണിക്കൊക്കെ കരിയിൽ അടിച്ചു കൂട്ടുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള പണികളുണ്ടാവുമല്ലോ, കുരുമുളക് ചൂട്ടിൽ നിന്ന് പെറുക്കുക, അല്ലെങ്കിൽ കുരുമുളക് ഏണി വെച്ച് കയറി പറിക്കുക, അങ്ങനത്തെ ഞങ്ങളുടെ നാട്ടിൽ കുരുമുളക് ഉണ്ടാകുന്ന നാടാണ്. അങ്ങനത്തെ ചെറിയ ബേസിക് പണികൾക്കൊക്കെ ഞാൻ 7 വർഷം അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് എനിക്ക് ജയിച്ചവരോടുള്ള എല്ലാം എനിക്ക് ആരാധനയായിരുന്നു. അതായത് എന്നേക്കാൾ മുമ്പേ ജയിച്ചു പോയ മനുഷ്യരോടൊക്കെ എനിക്ക് ഒരാരാധന. അങ്ങനെ ഞാൻ 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പാരലൽ കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങി. 2 വിഷയങ്ങൾക്ക് ഞാൻ പാരലൽ കോളേജിൽ പോയി, ബാക്കിക്ക് ഞാൻ സ്വന്തം പഠിക്കുകയും ബാക്കി ഞാൻ എന്താ പറയുക, ഞാൻ അന്ന് ചെറിയ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു. ആ സമയത്താണ് ഞാൻ അതിതീവ്രമായ മാനസിക സംഘർഷത്തിലും, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. കാരണം അന്ന് ഞാൻ വല്ലാതെ ആത്മഹത്യ ഒരു പ്രവണതയുള്ള ഒരാളായിരുന്നു. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ നിരവധിയായിരിക്കാം, പലവിധ വീട്ടു സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ഞാനത് അതിനപ്പുറത്ത് ഒരു തുണി നന്നായി മടക്കി വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എങ്ങനെ കുടുക്കിടാന്ന് മാത്രം നാം ചിന്തിക്കുന്ന ഒരു സമയം. അങ്ങനത്തെ ഒരു വൾനറബിലിറ്റി എനിക്ക് ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി കോഴിക്കോട്ട് വരുന്നത് ആംബുലൻസിലാണ്. ഈ ആത്മഹത്യ ശ്രമം നടത്തി. തീർച്ചയായിട്ടും. ഞങ്ങളെ നാട്ടിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞ അർത്ഥം പിന്നെ പഴമ്പായിൽ തിരിച്ചു കൊണ്ടുപോയാൽ മതിയെന്ന്. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട്ട് എത്തിപ്പെടുന്നത്. കോഴിക്കോട് ആദ്യമായി ഞാൻ കാണുന്നത് മെഡിക്കൽ കോളേജിൽ വന്നുകൊണ്ടാണ്, ആംബുലൻസിൽ. അവിടെ നിന്ന് ഞാൻ ഒരു 10-18 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഞാൻ സുഖമായി തിരിച്ചു പോന്നു. പക്ഷേ മാനസികമായി ഞാൻ അപ്പോഴും വൾനറബിളായിരുന്നു. അതിനുശേഷം ഞാൻ വീട് വിട്ട് KJ ബേബി എന്ന് പറഞ്ഞ ബേബി സാറിൻ്റെ, ഞങ്ങൾ ബേബി ചേട്ടനാണ് വിളിക്കുന്നത്, ബേബി ചേട്ടൻ്റെ കനവിലേക്ക് ഞാൻ അധ്യാപികയായി എത്തിപ്പെടുന്നു. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രി ഞാൻ പാസ്സായ ശേഷം ഞാൻ ബേബി ചേട്ടൻ്റെ കനവിലേക്ക് കുട്ടികൾ. എത്ര പ്രായമുണ്ട്? അന്ന് എനിക്കൊരു 23 വയസ്സുണ്ട് അവിടെ വരുന്നത്. അത് എത്ര വർഷം ഉണ്ടായി അവിടെ? ഞാൻ 94-ലാണ് വരുന്നത്. 2 കൊല്ലം 96-ൽ ഞാൻ അവിടെ നിന്ന്. ആ സമയത്താണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. KJ ബേബിയുടെ കനവ് എന്ന് പറഞ്ഞ ഇടമാണ് എന്നെ മറ്റൊരു മനുഷ്യനാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അന്ന് ആ കാലത്തൊക്കെ ഞാൻ ചെറുതായിട്ട് എഴുതുമായിരുന്നു. അപ്പം അവിടെ ഞാൻ എൻ്റെ ഡയറിയിലും മറ്റുമൊക്കെ KJ ബേബി ഒരു എഴുത്തുകാരനായിരുന്നു. അതേപോലെ അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു. കാരണം സ്വന്തമായ ചിന്തിക്കാനും, അല്ലെങ്കിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ഓർമ്മ എന്താ വെച്ചാൽ, ഞങ്ങളുടെ കൂടെ ബെഡ് വെറ്റിംഗ് ആയൊരു കുട്ടി ഉണ്ടായിരുന്നു, മണിന്ന് പേരുള്ള. അപ്പോൾ കുട്ടി ഒരു തവണ അല്ല മൂത്രമൊഴിക്കുക, പലതവണ രാത്രി കിടന്ന് മൂത്രമൊഴിക്കും. ബേബി ചേട്ടൻ്റെ കൂടെ കിടക്കുക. ഷെളിമ വളരെ നന്നായി കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആ കഥ കേൾക്കാനിരിക്കും. ബേബി ചേട്ടൻ്റെ ചുറ്റും തന്നെ നമ്മൾ ഇങ്ങനെ കഥ, ഒരു മരച്ചോട്ടിൽ നിന്ന് ബേബി ചേട്ടൻ കഥ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ആ കഥ പറയാൻ വേണ്ടി കേട്ടിരിക്കും വട്ടം. എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവങ്ങളാണ്. മുതിർന്ന ആളുകൾ നമ്മളെ ചുറ്റുവരുത്തി കഥ പറഞ്ഞു തരിക എന്നൊക്കെ ഉള്ളത്. ഞാൻ അവിടുത്തെ അധ്യാപികയാണെങ്കിലും മറ്റു കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കഥ പറയുന്നതെങ്കിലും ഞാൻ ആ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി മൂത്രമൊഴിക്കുന്ന കുട്ടി എഴുന്നേൽക്കുമ്പോഴെല്ലാം ബേബി ചേട്ടനും കൂടെ എഴുന്നേക്കും. കുട്ടീനെ മൂത്രം ഒഴിപ്പിച്ച് കൊണ്ടുവരും. അവനെന്ന് വെച്ചാൽ ഒരു അഗ്രസീവ് നേച്ചറുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഈ പച്ചലയിൽ നിന്ന് പിടിച്ച ഒരു പുഴുവിന് എങ്ങനെയാണ് ജീവനുള്ളൊരു പൂമ്പാറ്റയാകുന്നു എന്നുള്ള എക്സ്പീരിയൻസ് അന്നത്തെ അവിടെ ഒരു ടീച്ചർ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന്, അതായത് ഒരു കവറിലിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക, പ്യൂപ്പദേശ മാറ്റി അതൊരു പൂമ്പാറ്റയായി വരുമ്പം ഈ അഗ്രസീവായ കുട്ടി അതിനെ തൊടുകയൊക്കെ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ രീതിയാണ് യഥാർത്ഥത്തിൽ കൊബായാഷിയെ പറ്റിയൊക്കെ വായിക്കാനൊക്കെ ഇടയായത് ആ സമയത്താണ്, ടോട്ടോച്ചാൻ ബുക്കൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയും നമുക്ക് ഒരു ഇടമുണ്ട് നമ്മളെ വളർത്തിയെടുക്കാൻ. ഞാനും എന്നോട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് വളർന്നിട്ടുള്ളത് ഒരുപക്ഷെ കൊബായാഷിയുടെ പിന്നാലെയൊക്കെ ബേബി ചേട്ടൻ്റെ പിന്നാലെ ഒക്കെയാണ്. അവർ ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഞാനുള്ളതിനേക്കാൾ കൂടുതൽ അവരെൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ജീവിത രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം
നമുക്ക് കുട്ടി ഉണ്ടാകുമ്പോഴും എൻ്റെ കുട്ടി ടോട്ടോച്ചാനായിട്ടേ വളർന്നിട്ടുള്ളൂ. പുസ്തകം ഒരിക്കലും വായിച്ച ഒരാൾക്കും അത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അതൊന്ന് എന്താ പറയാ മറക്കാനോ മാറ്റി വെക്കാനോ കഴിയില്ല. ശരിക്കും ടോട്ടോച്ചാൻ ശരിക്കും അത്ര അധികം ടോട്ടോച്ചാൻ വായിക്കുകയും ടോട്ടോച്ചാൻ ജീവിച്ച പോലെ ജീവിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ജീവിക്കാനും എനിക്ക് 24 വയസ്സായപ്പോഴാണ് സാഹചര്യം കിട്ടിയെന്നുള്ളതാണ്. അവിടെ നിന്ന് ഞാൻ കനവിൽ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുകയും അദ്ദേഹം എൻ്റെ കൂട്ടുകാരനായി മാറുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ സന്തോഷം. അദ്ദേഹം കനവിലെ ട്രസ്റ്റി ആയിരുന്നു. ജയൻ എന്നാണ് പേര്. ഗ്രാമീൺ ബാങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 23 റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരിനേക്കാളും അദ്ദേഹം ആരായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും അദ്ദേഹത്തെ പറയാനിഷ്ടം, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ജെൻഡർ ഇല്ല എന്നുള്ളത്. അതായത് ഞങ്ങൾ എഴുന്നേറ്റാൽ ആരാണ് വീട്ടിലെ ചായ വെക്കേണ്ടത്, ആരാണ് ചോറ് വെക്കേണ്ടത്, ആരാണ് കുട്ടികളെ സ്കൂളിൽ പോകേണ്ടത് എന്ന കാര്യത്തിന് ഞങ്ങൾക്ക് തമ്മിൽ ജെൻഡർ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളത് തണുപ്പാണെങ്കിൽ ചിലപ്പോൾ അവന് ചൂടായിരിക്കും ഇഷ്ടം. ഞങ്ങൾ തമ്മിൽ വളരെ ഡിഫറെൻ്റായ രണ്ട് മനുഷ്യരാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വീടിന് പുറത്തും സ്വാർത്ഥത്തെ വലുതാക്കാൻ, ഇപ്പം വീടിന് പുറത്തേക്ക് 4 ആളുണ്ടെങ്കിൽ 4 ആൾക്കും വീടിന് പുറത്തേക്ക് ഒരു ഇടമുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളായിട്ടാണ് എനിക്ക്. പേരോ നാളോ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ മനുഷ്യനാണ്. അങ്ങനെ ഒരാള് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയത്. കാരണം ബാർ അസോസിയേഷനെ പോലുള്ളൊരു ഇടത്തെ ജോലി കഴിഞ്ഞ് നമ്മൾ ചെല്ലണ്ട വീട്ടിൽ ചോറ് വേവാൻ എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ വലിയ പിന്തുണ കിട്ടി ജീവിതത്തിൽ ഇതുവരെയും ഇപ്പോഴും കൂടെ. പിന്തുണ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, അത്ര പിന്തുണ എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നത് ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയായി മറ്റ് സ്ത്രീകൾ വരാതിരിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം അവർ ചെന്നിട്ട് വേണം ചോറ് വെക്കാൻ എന്നുള്ളത്. അവർ ചെന്നിട്ട് വേണം വീട്ടിലെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റാൻ, അത് കഴുകാൻ. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേണ്ടെന്ന്. അത് എനിക്ക് കിട്ടിയ സഹകരണമല്ല, മറിച്ച് അങ്ങനെയാണ് ഒരാളായിരിക്കേണ്ടത്. അങ്ങനെ ആവണല്ലോ. യഥാർത്ഥത്തിൽ എൻ്റെ വീടല്ല ഞാനിപ്പോൾ താമസിക്കുന്നത്, അത് അവൻ്റെ വീടാണ്. ഞാൻ അവിടെ അദ്ദേഹത്തിനോട് കൂട്ടുകൂടി ജീവിക്കുന്നു എന്ന് മാത്രം. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വേണ്ടത്. ഇപ്പം അവിടെ തുണി വെയിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവനാണ് അത് ഓർക്കുന്നത്. അങ്ങനെ മാറിയാൽ ഇന്നൊക്കെ പുതിയ ആളുകൾ, അങ്ങനെ പുതിയ കപ്പിൾസ് ജനറേഷൻ വളരെയധികം ആളുകളെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം പുറത്ത് പോയിട്ട് ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ സമൂഹത്തിൽ എന്തെങ്കിലും ആയി തീരണം എന്ന് നിങ്ങളെ പാർട്ട്ണർ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ എന്തോ ഒരു അപകടം അവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്കും പുറത്ത് പോയാൽ, ഒരു കാലത്ത് എനിക്ക് പുറത്തിറങ്ങിയാൽ ഒരു ഓറിയന്റേഷൻ കിട്ടാത്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു ജിയോഗ്രഫിക്കലി വളരെ ബാക്ക്വേർഡായ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ട് പുറത്തിറങ്ങിയാൽ ഈ ഇത്രയും കമാനങ്ങളൊക്കെ, ഇത്രയും എന്താ പറയുക, ബിൽഡിങ്ങും ഈ ലോകവും വഴികളും ഒക്കെ ഉള്ള സ്ഥലത്തിറങ്ങിയാൽ ഓറിയന്റേഷൻ കിട്ടാത്തൊരു കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് കിട്ടുന്നത് വളരെയേറെ കഥകൾ പറയാൻ, കേൾക്കാൻ. നമുക്കിങ്ങനെ നമ്മളൊരു വൾണറബിൾ ആണെന്ന് തിരിച്ചറിയുന്നൊരു സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ കഥകൾ മുഴുവൻ പറയുമ്പോഴും ഇതൊക്കെ നമുക്ക് പറഞ്ഞു പഴയതാക്കാം എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങാനും അതാണ് എനിക്ക് എൻ്റെ 24 വയസ്സ് വരെ ഇല്ലാതിരുന്നതും 24 വയസ്സിന് ശേഷം ഉണ്ടായതും. ഒരു പക്ഷേ കുട്ടിക്കാലത്ത് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു എന്താന്ന് പറയണ്ട ഒരു സാഹചര്യവും അന്തരീക്ഷം എന്ന് പറയുന്നതൊക്കെ ഈ ഒരു 24 വയസ്സിന് ശേഷം ജീവിതത്തിൽ വേറൊരു രീതിയിൽ അല്ലേ, വളരെ വ്യത്യസ്തമായല്ലോ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണല്ലോ. അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലങ്ങളല്ലേ, കാലം, ലൈഫ്, ജീവിതം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, എന്നെ വ്യക്തിയായിട്ട് പരുവപ്പെടുത്തിയ ഏറ്റവും വലിയ നേട്ടം എൻ്റെ 24 വയസ്സ് വരെയുള്ള ജീവിതമാണ്. എനിക്കിട്ട് കിട്ടിയ അടികളാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കരുതെന്ന് ആഗ്രഹിച്ചത്. എൻ്റെ മക്കളുണ്ടായപ്പോൾ അവരുടെ മേത്ത് ഞാൻ കൈവയ്ക്കരുതെന്ന് തീരുമാനിക്കാൻ കാരണം എനിക്ക് കിട്ടിയ അടികളാണ്. ഞാൻ നല്ലവണ്ണം തെറിയേറ്റ ആളാണ്. അതുകൊണ്ടാണ് എന്ത് പദങ്ങളാണ് എൻ്റെ മക്കളോട് ഞാൻ പറയേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കാരപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിലാണ് എൻ്റെ മകൻ പഠിച്ചത്. അവിടെ ബാത്റൂമിനുള്ളിൽ ഒരു തെറിവാചകം എഴുതി വെച്ചിരുന്നു. അപ്പം എൻ്റെ മകൻ അത് എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനടുത്ത് ഒരു ആഴ്ചയെങ്കിലും എടുത്തിട്ടുണ്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അതായത് എനിക്കറിയാവുന്ന എല്ലാ തെറികളും ഞാൻ അവനോട് പറഞ്ഞു.
അന്ന് അവന് മനസ്സിലാകുന്ന ഒരു രീതിയിൽ. ഞങ്ങൾ ആ തെറികൾ കൊണ്ട് പല കളികളും കളിച്ചിട്ടുണ്ട്. ഞാൻ അവനടുത്ത് പറഞ്ഞത് ലോകം മുഴുവനും തെറികളുണ്ടാവും. ഇപ്പം ചേര് എന്ന് പറഞ്ഞ ഒരു മരമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്. അതൊരു മരങ്ങളിലെ തെറിയാണ്. തെറികളായ ജീവികളുണ്ടാവും, തെറികളായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മുടെ ചുറ്റും ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് തെറിയാകാതിരിക്കണം എന്നത് മാത്രമാണ്. ആ തെറികളെ മുഴുവൻ കണ്ടാലാണ് നമുക്ക് തെറിയല്ലാതിരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എനിക്ക് 24 വയസ്സ് വരെ ഉണ്ടായത്. ഞാൻ ധാരാളം സ്കൂളിൽ ചെല്ലുന്ന സമയത്തിന് സ്കൂളിൽ നിന്ന് കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് 10ഓളം അടി എനിക്ക് കൊണ്ടിട്ടുണ്ട്. ധാരാളം അടി എനിക്ക് കൊണ്ടിട്ടുണ്ട്. ആ അടി കൊള്ളുന്ന അധ്യാപകൻ്റെ കില്ലപ്പേരെ എനിക്കിന്ന് ഓർമ്മയുള്ളൂ. എൻ്റെ അധ്യാപകരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സിൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നോ ഞാൻ കിട്ടണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടാതിരുന്നത് കൊണ്ടാണ് ഞാൻ അത് ബോധപൂർവം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഞാൻ കൈവെക്കരുത് എന്ന് തീരുമാനിച്ചത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. ആ അനുഭവം ഇല്ലായിരുന്നെങ്കിൽ, അത്തരം ഒരു മനുഷ്യനായി ഞാൻ ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ക്രിമിനൽ ലോയറായി ഇവിടെ വരുമ്പോഴും എനിക്ക് അങ്ങനെ വൾണറബിളായ ഒരു മനുഷ്യൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഞാൻ ജയൻ്റെ കൂടെ ഇപ്പം ജീവിക്കുന്ന ഈ ജീവിതമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ലായിരുന്നു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷി വൾണറബിളാണെന്ന്. ഇപ്പം എനിക്ക് 2 മിനിറ്റ് ഇത് പറഞ്ഞു കേട്ടതല്ലല്ലോ, അനുഭവിച്ച ഒരു ജീവിതം. അതെ, അതായത് കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ഒരാള് ആവുമ്പോഴൊരു. അതെ, അതായത് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കറിയാം വൾണറബിളായ മനസ്സിൽ പല തരത്തിലുള്ള ചിന്തകളും കൊണ്ട് വരുന്ന ആളുകളാണ് ആ റോട്ടിലുള്ളതെന്ന്. അതുപോലെ നമുക്ക് കോടതി ചെന്നാൽ നമുക്ക് മനസ്സിലാവും ആയിരക്കണക്കിന് മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവരോട് 2 മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ അങ്ങനെയാണ്, ഒരു പ്രതിയായിരിക്കാം, അവർ ചിലപ്പോൾ ബലാത്സംഗ കേസ് പ്രതിയായിരിക്കാം, പക്ഷെ അയാൾക്ക് എന്താണ് പറയാനുള്ളത്, കടലാസിൽ എന്താണുള്ളത്, ഇതൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ വരുന്ന സാഹചര്യം. ഞാൻ 24 കൊല്ലം വയസ്സ് പിൻപ് സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് വളരെ അതുകൊണ്ട് ഞാൻ എഴുതുകയാണെങ്കിലും ഞാൻ വായിക്കുകയാണെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ജീവിതം എൻ്റെ പിന്നാമ്പുറം കിടക്കുന്ന ജീവിതമാണ്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ വക്കീലന്മാരെ കുറിച്ച് പറയാറുള്ള ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ച്, വക്കീലന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെപ്പോഴും പ്രതികളുടെ അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത വ്യക്തികളുടെ അങ്ങനെ ആയിരിക്കും എപ്പോഴും ഒരു പ്രതിയുടെ വക്കീലായിട്ടാണല്ലോ വരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിയുടെ വക്കീലായിട്ടാണ് ഒരു വക്കീലായിട്ട് ഒരാൾ ജോലി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അയാളെടുക്കുന്ന ഒരു തീരുമാനം അതാണ് ശരിക്കും പറഞ്ഞാൽ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ തയ്യാറാവുന്ന ഒരാളായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുമോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിർമ്മലയ്ക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത്തരം ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യാറ്? ഞാനെപ്പോഴും ഒരു അഭിഭാഷകയായിട്ട് വന്ന് നിൽക്കുമ്പം ഇപ്പം വിചാരിക്കാറുള്ള സാധനമുണ്ട്, നിന്ദിതരും പീഡിതരും എൻ്റെ അരികിൽ വരുവിൻ, അവർക്കുള്ളതാകുന്നു എന്നാണ്. കാരണം എപ്പോഴും ഒരു പ്രോസിക്യൂഷൻ്റെ സൈഡിൽ നിൽക്കുന്നത് സ്റ്റേറ്റാണ്. പോലീസ് സ്റ്റേഷൻ സ്റ്റേറ്റിൻ്റെ ടൂളാണ്, പ്രോസിക്യൂട്ടർ സ്റ്റേറ്റിൻ്റെ ടൂളാണ്. കോടതി പരിഗണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കോടതി ബോക്സിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന അല്ല കുറ്റാരോപിതനായ ആൾ ഇത് ചെയ്തു എന്ന് മാത്രമാണ്. ഈ കടലാസിനുള്ളിലുള്ള ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അതാരാണ് ചെയ്തത് എന്ന ചോദ്യം കോടതി ചോദിക്കുന്നില്ല. കോടതി ചോദിക്കുന്നത് ഈ നിർത്തിയിരിക്കുന്ന ആൾ ഈ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നത് മാത്രമാണ്. അത് അയാൾ സത്യം അയാളുടെ ഭാഗത്താണോ, അയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന വിഷയത്തിനപ്പുറം ഈ കൂട്ടിൽ നിൽക്കുന്ന ആൾ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് കോടതി കേൾക്കുന്നത്. അതിലേക്കുള്ള എവിഡൻസ് മാത്രമാണ് കോടതി കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യം കണ്ടെത്തേണ്ടുന്ന ആളല്ല അഭിഭാഷകൻ. അഭിഭാഷകൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഒരു കെട്ടായിട്ട് വന്ന് നിന്ന് ചെറുക്കുന്ന പ്രോസിക്യൂഷനായി പോലീസായി അങ്ങനെ വലിയൊരു നിരയിൽ നിൽക്കുന്ന പ്രോസിക്യൂഷൻ കൊണ്ടു നിർത്തിക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന സിവിലിയൻ്റെ ഭാഗത്ത് നിന്ന് സിവിലിയന് ചിലപ്പം ഭാഷ ഉണ്ടാവില്ല, അയാൾക്കിത് സംസാരിക്കാൻ അറിയില്ല, ഈ എന്താണ് ഇവിടെ നടക്കുന്ന വ്യവഹാരം എന്നറിയില്ല, അയാൾക്ക് അത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്നറിയില്ല,
ആ സമയത്ത് പ്രോസിക്യൂഷൻ്റെ കേസ് പഠിച്ച് അതിലെന്താണുള്ളത്, ഇയാൾക്ക് അനുകൂലമായി എന്താണുള്ളത് എന്നത് വേർതിരിച്ചെടുക്കുന്ന ഒരാൾ മാത്രമാണ് അഭിഭാഷകൻ. അതുകൊണ്ട് ഈവൻ അത് ഒരു എന്താ പറയുക, ഏത് തരത്തിലുള്ള പ്രതിയാണെങ്കിലും അയാൾക്കെതിരെ കടലാസ് നിരത്തി വെച്ചിരിക്കുന്ന കടലാസിനുള്ളിലുള്ള എവിഡൻസിൽ വിടവുണ്ടോ, എവിഡൻസ് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നത് മാത്രമാണ് ഒരു അഭിഭാഷകൻ നോക്കുന്നത്. തീർച്ചയായിട്ടും അഭിഭാഷകരുടെ സഹായമില്ലായിരുന്നെങ്കിൽ പിന്നീട് സംഭവിക്കുക ഭരണകൂട ഭീകരതയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ആരോപിതനാണെങ്കിലും വേണ്ടില്ല, അപ്പോൾ ഒരു എന്തൊക്കെയായാലും ഈ നിൽക്കുന്ന പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന മനുഷ്യന് നീതി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമായിരിക്കുമല്ലോ. അതായത് പ്രതി എന്ന് പറഞ്ഞ ആള് തിരികെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കുകയല്ല വക്കീല് ചെയ്യുന്നത്. അയാൾ കുറ്റം ചെയ്താലും അയാൾക്ക് എന്തെങ്കിലും നീതി എന്തെങ്കിലും തരത്തിൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി സ്റ്റേറ്റ് ചെയ്യാത്തത് കൊണ്ടോ, സ്റ്റേറ്റിൻ്റെ ടൂളുകൾ നേരായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടോ എന്തെങ്കിലും ഗുണം അയാൾക്ക് ഈ കടലാസിൽ കിട്ടാനുണ്ടോ എന്നത് മാത്രമാണ് വക്കീൽ നോക്കാം. അത് മാത്രമാണ് വക്കീൽ നോക്കുന്നത്. പരമാവധി നീതി ലഭ്യമാക്കുക അല്ലേ ഈ വിഷയത്തിൽ? പരമാവധി നീതി തീർച്ചയായിട്ടും. എനിക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിമിനൽ കോടതിയിൽ കെട്ടിയിട്ടിരിക്കുന്നത് തന്നെ പ്രതിയെ കേൾക്കാനാണ്. അതല്ല വാദിയുടെ ഭാഗമോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഭാഗമോ കേൾക്കേണ്ടതായിരുന്നു, അത് മാത്രമേ കേൾക്കേണ്ടതുള്ളൂ എങ്കിൽ പോലീസ് സ്റ്റേഷൻ മാത്രം മതി. എങ്ങനെയാണ് ഒരു ക്രിമിനൽ വക്കീലാവാം എന്നൊരു തോന്നലേക്ക് അത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ അതാണ് തൻ്റെ മേഖല എന്നൊരു തോന്നലേക്ക് എത്തിയത് നിർമ്മല? അല്ല, അത് വന്നുവിടുകയാണ്. അതെ, അത്തരം കേസുകൾ കൂടുതൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതെ അവിടെ വന്നുപെട്ട ഓഫീസ്, ഞാൻ വന്നത് PV ഹേരി എന്ന് പറഞ്ഞ വക്കീലിൻ്റെ ഓഫീസിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാണ് ഞാൻ ക്രിമിനൽ അഭിഭാഷകയാകുന്നത്. നമുക്കറിയാം. ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം മികച്ചൊരു അഭിഭാഷകയാകണം എന്ന് തന്നെയാണ്. ആയിത്തീർന്നിട്ടില്ല എന്നും വീണ്ടും മികച്ചൊരു അഭിഭാഷകയായി തീരണം എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം വളരെ പ്രമാദമായിട്ടുള്ള കേസുകളുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു ഉദാഹരണം മാത്രം. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസ്, നടി പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ നടിക്ക് നീതി ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം ഇപ്പോൾ സിസ്റ്ററുടെ കേസ്, അതിൽ ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രാങ്കോയ്ക്ക് വേണ്ടി ഹാജരായ ഒരു പക്ഷേ നല്ല വക്കീലിൻ്റെ ഗുണമായിരിക്കാം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ പരാജയമായിരിക്കാം. എന്തായാലും അവിടെയും നീതി ശരിക്കും പറഞ്ഞാൽ ഈ ഇരയാക്കപ്പെട്ട അവർക്ക് നീതി ലഭ്യമായില്ല എന്നുള്ളൊരു തോന്നലാണ് പൊതുസമൂഹത്തിനുള്ളത്. എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് അതിനെങ്ങനെയാണ് കാണാറ് സാധാരണ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് ഫെയർ ട്രയൽ കിട്ടണം എന്നുള്ളതാണ്. ഫെയർ ട്രയൽ, അതായത് ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കിട്ടണം. ആളുകൾ പുറത്തു നിന്നും നിലവിളി കൂട്ടുന്നത് ഇത് ഫെയർ അല്ല എന്നതുകൊണ്ടാണ്. ഫെയർ ആണോ എന്ന് ആളുകൾ സംശയിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിയമം എന്ന് പറയുന്നത് വാട്ട് ഈസ് ലോ, ഇന്ന് എന്താണ് നിയമം എന്നത് കോടതികളും വക്കീലന്മാരും ജഡ്ജും ഒക്കെ ചിന്തിക്കുമെങ്കിലും എന്തായിരിക്കണം നിയമം എന്ന് ചിന്തിക്കുന്നത് പൊതുജനാണ്. ആ പൊതുജനത്തിന് നാവാണ് പത്രമാധ്യമങ്ങളും മനുഷ്യരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ശബ്ദിക്കുന്നത് കൊണ്ടാണ് പല നിയമങ്ങളും. ഇപ്പം നിയമം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം നിയമം അവിടെ നിന്നാൽ പോരാ, നിയമത്തിന് ഇനിയും ഗ്രോത്ത് കിട്ടണം, നിയമം ഇനിയും മുന്നോട്ട് സഞ്ചരിക്കണം എന്നതുകൊണ്ടാണ് സാധാരണ മനുഷ്യർ ഫെയർ ട്രയൽ നടന്നില്ല, ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല എന്ന് പറഞ്ഞ് മുറവിളി കിട്ടുന്നത്. ആ മുറവിളിയുടെ അടിസ്ഥാനത്തിലാണ് റേപ്പിൻ്റെ ഡെഫിനിഷൻ മാറിയത്. നേരത്തെ റേപ്പ് ഇതായിരുന്നില്ലല്ലോ. അങ്ങനെ റേപ്പ് ഇതാകാത്തതിൻ്റെ അത് ഒരു ടൂളാണ്. ഇപ്പം അഭിഭാഷകർ ഒരു ഇടത്ത് അവരുടെ വർക്ക് ചെയ്യുമ്പം, ജഡ്ജിമാർ ഒരിടത്ത് ഒരു വർക്ക് ചെയ്യുമ്പം, പത്രമാധ്യമങ്ങളും മനുഷ്യരും ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻസിനെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നത് തന്നെയാണ്. ഒരു സ്പെസിഫിക് കേസിൽ ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ആളുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊതു മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ, അവർ ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ, ലോട്ടറി എടുക്കുമ്പം ആളുകൾക്ക് എടുക്കുമ്പോഴേ അറിയാം 16 ലക്ഷം ലോട്ടറി ടിക്കറ്റാണ് വിറ്റതെങ്കിൽ 16-ൽ 1 ചാൻസ് മാത്രമേ തനിക്ക് ഒന്നാം 16 ലക്ഷത്തിൽ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അതെടുക്കുന്നത്. പക്ഷേ ആളുകൾ അതെടുക്കുകയും ഒന്നാം സമ്മാനം കിട്ടുന്ന ആളിനെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കാനുള്ള പ്രധാന കാരണം അത് ഫെയർ ആയിട്ട് നടക്കുന്നുണ്ട്
എന്ന് തോന്നാൻ കൊണ്ടാണ്. ഫെയറായി നടന്നില്ലെങ്കിൽ അവരതിൽ വിശ്വസിക്കില്ല. കോടതിയിലെ കാര്യത്തെടുത്താൽ 2 കക്ഷികൾ തമ്മിൽ ഒരു സ്യൂട്ടിൽ ഒരു കേസിൽ വരുന്ന സമയത്ത് 2 കക്ഷികൾ ജയിക്കാനുള്ള സാധ്യത 50-50 ആണ്. അതുവരെ അപ്പുറത്തുള്ള കക്ഷിയെ ഒരു എന്താ പറയുക, ഏതു തരത്തിലും അതിന് നാശം ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയായിരിക്കും ഇപ്പുറത്തുണ്ടാവുക. പക്ഷെ ഫെയർ ട്രയലാണ് നടന്നതെങ്കിൽ, ഫെയർ ആയ ഒരു കേസ് സംവിധാനമാണ് നടന്നതെങ്കിൽ വിധി ആളുകൾ അംഗീകരിക്കും. ആ വിധി വരുന്നത് വരെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മറ്റേ ആൾ എങ്ങനെയും നശിച്ചു പോകണമെന്നായിരിക്കും. പക്ഷെ വിധി വന്ന സമയത്ത് 50-50 ചാൻസാണ് 2 ആളുകളും ജയിക്കാൻ. പക്ഷെ ഫെയർ ആയിരുന്ന മാത്രം മതി. അന്തിമമായ നീതി കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. കാരണം ഒരു സോഷ്യൽ തിയറി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ തിയറി പോലെയല്ല. അത് മാത്തമാറ്റിക്കൽ പ്രിസിഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂല. അത് ഒരു തവണ തെറ്റും ഒരു തവണ ശരിയും അങ്ങനെ വരില്ല. അതുകൊണ്ട് തന്നെ ജയിച്ചയാൾ സമ്പൂർണ്ണമായി ശരിയോ തോറ്റയാൾ സമ്പൂർണ്ണമായി പരാജയം ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ അത് ഫെയർ ആയിട്ടാണ് നടന്നത് എന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നമേ ഇല്ല. ആളുകൾ വിധി വാങ്ങിപ്പോവും. അതാണ് സംഭവം. ഇപ്പൊ ജൂറിസ്പ്രൂഡൻസിന്റെ വളർച്ചയുടെ ഭാഗമാണ് ആളുകളുടെ ബഹളം വയ്ക്കല്, പത്രസ്ഥാപനങ്ങളുടെ ബഹളം വയ്ക്കൽ. അതാണ്. അങ്ങനെ അവർ ബഹളം വെക്കാത്ത കാലത്ത് പത്രസ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റിന്റെ പരിമിതിയെ പറ്റി ഒന്നുമല്ല, അത് ഇനി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് ഇപ്പോൾ സമ്പൂർണ്ണമായി പരിമിതി ഇല്ലാതെ നടക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഫോർത്ത് എസ്റ്റേറ്റ് ചലിച്ചില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ ഇതിനെപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ ജൂറിസ്പ്രുഡൻസ് മുന്നോട്ട് സഞ്ചരിക്കില്ല. ആ സാമൂഹിക ശാസ്ത്രം, ആ സാമൂഹിക ഇടം മുന്നോട്ട് സഞ്ചരിക്കില്ല. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. വളരുകയോ തളരുകയോ ചെയ്തുകൊണ്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റം വന്നിരിക്കണമെങ്കിൽ ഈ എല്ലാ മിഷനറികളും ചലിക്കണം. അങ്ങനെ ചലിച്ചതാണ് ഈ എല്ലാ കേസുകളെ പറ്റിയും, നടിയുടെ കേസിലായാലും അല്ലാത്ത കേസിലായാലും ഒക്കെ ആളുകൾ സംസാരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന ഓരോ ഘടകങ്ങളാണ്. അതാണ് ഞാൻ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ധാരാളം നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന കോടതികൾ, പക്ഷെ ഒരുപാട് നിസ്സഹായരായ അല്ലെങ്കിൽ അതുപോലെ ഞാൻ ചെയ്ത കുറ്റം എന്ത് എന്ന് പോലും അറിയാതെ പലരും, ഒരുപാട് മനുഷ്യർ നമ്മുടെ ജയിലറുകളിൽ കഴിഞ്ഞുകൂടാണ്. മിക്കവാറും രാഷ്ട്രീയ തടവുകാരാണ്. എന്തുകൊണ്ട് എന്താ പറയുക, ഈ രീതിയിലുള്ളൊരു ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ നിരാശ തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മളെ പോലെയുള്ള മനുഷ്യർക്കൊക്കെ. കാരണം നീതി അവർക്കൊന്നും പലരും ട്രയൽ പോലും കിട്ടാതെയാണ് പലരും കടന്നുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് പോലും തിരിച്ചറിയാതെ ഇപ്പോൾ നിരവധി പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും നമ്മൾ അറിയുന്ന ആണ് പരപ്പനങ്ങാടിയിലെ സക്കരിയ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ അറിയുന്നതിനെ കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അവർ 19 വയസ്സിൽ ജയിലിൽ പോകുന്ന ഒരാളാണ്. 17 വർഷമായി ജയിലിൽ കിടക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അയാൾക്കെതിരെ ഒരു എന്താ പറയുക, യാതൊരു വിധത്തിലുള്ള എവിഡൻസും ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയ്ക്കുള്ളൊരു ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് അതിൽ എങ്ങനെയാണ് അതിൽ വിഷമം തോന്നാറുണ്ടോ? ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചോളം ഇത് വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഇതിന് എങ്ങനെയാണ്? ഞാൻ എന്താ പറയുക, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഞാൻ ആ സ്പെസിഫിക് ഉദാഹരണങ്ങളിലേക്കല്ല പോകുന്നത്. ഞാൻ ഒരു സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുക, സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ മാത്രമേ പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തോൽവി ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ഒരു തോൽവിയും എക്കാലത്തെയും തോൽവിയല്ല, ഒരു ജയവും എക്കാലത്തെയും ജയവുമല്ല. അതുകൊണ്ട് ഈ ചലനം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, പകലിൽ മാത്രം ജീവിച്ചിരിക്കാൻ കഴിയില്ല, രാത്രി ആവശ്യമുള്ള ഘട്ടമുണ്ട്. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇരുട്ടിനെ ആശ്രയിക്കുന്ന ആളുകളാണ്. ഞാൻ കാണുന്നത് നിർമ്മല വെറും ഒരു വക്കീൽ മാത്രമായിട്ടല്ല, ഒരു പൊതുസമൂഹത്തിൽ എന്ത് നടക്കുന്നു ഓരോ ചലനത്തെയും വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ടാണ് നിർമ്മല കാണുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ തീർച്ചയായിട്ടും എങ്ങനെയാണ് അതിനെ എന്തെങ്കിലും എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനതിനെ എന്താ പറയുക, നിയമ വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കത്ത് വന്നിരുന്ന ഒരു കാലമുണ്ട്. നമ്മളൊരു കത്തിനെ കാത്തു നിന്ന കാലം. ആ സമയത്ത് ആ കത്ത് നമ്മൾ 100 തവണ വായിക്കും. നമ്മളെ അഡ്രസ്സ് ചെയ്ത് വരുന്ന ഒരു കത്ത് നമ്മൾ 100 തവണ നമ്മൾ വായിക്കും. ഇന്ന് നമുക്ക് നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് മെയിലുകൾ ഒരു ദിവസം വരും. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മളെ പ്രശ്നങ്ങളുടെ എണ്ണം പെരുത്ത്, നമ്മൾ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ നമുക്കുണ്ടായിരുന്ന സമയമല്ല ഇന്ന് നമ്മൾ
നമുക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഒരുമിച്ചാണ് പരിഹരിക്കേണ്ടിയിരിക്കുന്നത്. ആ ഒരു വിഷയമുണ്ട്. അത് തന്നെയാണ് ഇപ്പം ഒരു കോൺട്രാക്റ്റ്. നേരത്തെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫറും ആക്സെപ്റ്റൻസും ഒക്കെ നമ്മൾ ഇതേപോലെ ടേബിളിന് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കോൺട്രാക്റ്റ്. ഇന്ന് ലോയ്ക്കകത്തുള്ള കോൺട്രാക്റ്റും അങ്ങനെ തന്നെയാണ്. പക്ഷെ നടക്കുന്ന കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, റെഡിമെയ്ഡ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യാണ്. നമ്മളിപ്പം എന്താ പറയുക, ഇതിനകത്ത് എടുക്കുന്ന പറഞ്ഞാൽ ടിക്ക് ചെയ്താൽ നമ്മൾ ടിക്ക് ചെയ്താൽ മുന്നോട്ട് പോകാൻ വഴിയില്ല. ടിക്ക് ചെയ്താൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ്. ആരോടാണ് കോൺട്രാക്ട് ചെയ്തു എന്ന് നമുക്കറിയില്ല. നമ്മൾ അതിനകത്തുള്ള കണ്ടന്റ് വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. സമ്പന്നമായിട്ടുള്ള ഒരു വലിയൊരു കമ്പനിയുടെ ഒരു കോൺട്രാക്റ്റിൽ യാതൊന്നും അറിയാത്ത ഒരു പാവപ്പെട്ടവൻ ഇത്രയും ഭയങ്കര യാതൊരു വൈക്കല്യമില്ലാത്തൊരു സാധനത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് മാത്രമല്ല, എൻ്റെ ഒരു സ്ഥലത്ത് ഈ ലോകത്താകമാനം നമ്മൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തിന്റെ ഭാഗമാണ്. ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കേണ്ടി വരുന്നു. അതെ അതെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഞാൻ നിരാശയിലൂടെയല്ല പോകുന്നത്. ഞാൻ തിരിച്ചറിയുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്നുള്ളത്. ബുദ്ധിസം വന്നു കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ പൗരോഹിത്യ മതത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യ മതത്തിനാണ് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പൊലിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് പറഞ്ഞ റൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും എല്ലാ സാധനവും റൈറ്റാണെന്ന്. റൈറ്റ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി, ഇപ്പം ഒരു സൊസൈറ്റിക്കകത്തെ റൈറ്റ് ആദ്യം അത് റിക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണം. സൊസൈറ്റി അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശബരിമലയിൽ സ്ത്രീക്ക് കയറാൻ റൈറ്റ് ഉണ്ട് എന്നുള്ളത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല. സമൂഹം ആ റൈറ്റിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയിട്ടില്ല. സമൂഹം നൂറ് കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്ത്രീക്ക് അങ്ങനെ കയറാൻ റൈറ്റ് ഉണ്ടോ? ആ റൈറ്റ് തിരിച്ചറിയുന്നിടത്താണ്. ആ ആളുകൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടി അവിടെ എത്തേണ്ടതുണ്ട്. അതെ, അതായത് പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ സമയവും 24 മണിക്കൂറും പുറത്തിറങ്ങി നടക്കാൻ റൈറ്റ് ഉണ്ട് എന്നത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. റിക്കഗ്നൈസ് ചെയ്യുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ റൈറ്റിൽ എത്തിക്കുന്നത്. അതുവരെ നമുക്ക് എൻഫോഴ്സിബിൾ റൈറ്റ് ഇല്ല. നമുക്ക് എടുത്തുകൊണ്ടുപോയി ഈവൻ ഒരു കോടതി വിധിയുടെ റൈറ്റ് പോലും റൈറ്റായി സമൂഹം കണ്ടിട്ടില്ല. സമൂഹം ആ റൈറ്റിന് പിന്നിൽ ഒരു ഫെയർ സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് സമൂഹത്തിൽ ആ റൈറ്റ് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മൾ തളരുമ്പോഴല്ല, അയ്യോ ഇനി ഇതൊക്കെ കഴിഞ്ഞു എന്ന് തളരുമ്പോഴല്ല, നമ്മൾ ഇനിയും ഇവിടുന്ന് സംസാരിക്കാനുണ്ട്, ഇവിടുന്ന് മുന്നോട്ട് പോകാനുണ്ട്. ഈ എന്താ പറയുക, സൂര്യനും അസ്തമിച്ച് വീണ്ടും ഉദിക്കും എന്നൊക്കെ ചിന്തിക്കുന്നിടത്തുനിന്ന് മാത്രമാണ് നമുക്ക് അത് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം നേരത്തെയൊക്കെ കഥയുടെ കാര്യം, ബേബി മാഷയുടെ കഥയുടെ കാര്യമൊക്കെ പറഞ്ഞു. നിർമ്മല നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്, ധാരാളം കഥകൾ എഴുതുന്ന ആളാണ്. ഇടയ്ക്ക് കഥ വായിച്ചല്ലേ, നല്ല രസമായിട്ട് ഞാനത് ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു ലോകം, എങ്ങനെയാണ് പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ടോ, എന്തൊക്കെയാണ് അവസ്ഥ? എഴുത്തിൻ്റെ ഒരിടത്തേക്ക് ഞാൻ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴും എനിക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ നാഴിയാരി അവിടേക്ക് അളന്നിട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് എനിക്ക് കാര്യങ്ങളെ പറയാൻ പറ്റാത്ത, കുറച്ച് ഒന്ന് മറച്ചു പറയേണ്ടുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിശദമായിട്ട് ചിലപ്പം പറയേണ്ടി വരുമ്പം ഒരു കേൾവിക്കാരനില്ലാത്ത ഒരവസ്ഥയൊക്കെ വരുമല്ലോ. ആ ഘട്ടത്തിലാണ് നമ്മൾ എഴുത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് എന്താ പറയുക, നമുക്ക് ഒന്ന് പകർന്നു വയ്ക്കാൻ, നമ്മൾ കല്ലിലേക്ക് പ്രാർത്ഥിച്ച് വെക്കുന്നത് പോലെ, അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് പറയുന്നത് പോലെ വേറൊരു ടൂളാണ് നമ്മൾ ഇതിനകത്തേക്ക് എഴുതി വയ്ക്കുക എന്ന് പറയുന്നത്. കുറേ കാലം എഴുതുന്ന സമയത്ത് എനിക്ക് ഈ എഴുത്തിനൊരു രൂപമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ രൂപങ്ങളിലേക്ക് പരുവപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ നമ്മളെ ആത്മരതിയും നമ്മളുടെ ആത്മാംശമൊക്കെ കടന്നു വരുന്ന എഴുത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ എഴുത്തുകളെയും കറന്നു കളയുന്നതിന് വേണ്ടി കുറേ സമയം വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നീടാണ് കാണുന്ന ആളുകളിലൊക്കെ കഥാപാത്രങ്ങളുണ്ടെന്നും ഈ സൊസൈറ്റിയിൽ നിറച്ചും മനുഷ്യരും കഥാപാത്രങ്ങളാണെന്നും അവരെ ഫിഗർ സ്റ്റഡി ചെയ്യണമെന്നും എനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത്. പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും ദുഃഖം മറന്നു തോന്നുന്നില്ല. കാരണം പിന്നീട് അതാരും വായിക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും എഴുതുക എന്നുള്ളതും പകർത്തുക എന്നുള്ളതും ഒരു ആവശ്യമാണ്. ചില സമയത്ത് നമ്മളെ
എപ്പോഴും ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിങ്ങനെ ആ വിഷയം ഞാനൊരു ഉറക്ക ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ചിന്ത അന്ന് തന്നെ സംസാരിച്ച് അതെങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒരു വട്ടം സംസാരിക്കും. അതായത് നമ്മളെ കൂട്ടുകാരനോട് സംസാരിക്കും, മകനോട് സംസാരിക്കും, അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ 3-4 തവണ സംസാരിച്ച് കഴിഞ്ഞാൽ അതവിടെ ചിലപ്പോൾ കെട്ടുപോകും, ചിലപ്പോൾ വീണ്ടും അത് അവിടെ കിടക്കും. 2-3 ദിവസമൊക്കെ അതവിടെ കിടക്കും. പിന്നെ ഈവൻ കോടതിയിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും എനിക്ക് എഴുതാൻ പറ്റും. അവിടെ ഇരുന്നിട്ട് അത് എഴുതി ഇങ്ങനെ ഇടും. എഡിറ്റിങ്ങും ഒക്കെ മറ്റുള്ളവരെ ചെയ്യുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. എഴുത്ത് മേഖലയിലും നന്നായിട്ട് ശോഭിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഒരു എന്താ പറയുക, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നല്ല വക്കീലായിട്ട് മാറാൻ, നല്ല ഒരു ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് വളരാൻ ആവട്ടെ, കൂടുതൽ മേഖലകളിലേക്ക് ഇനിയും ഉയർന്നു വരാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള ഇൻസൈറ്റിനോട് ഇത്രയധികം നേരം കൂടെ നിന്നതിന്, അല്ലെങ്കിൽ ഇത്രയധികം കാര്യങ്ങൾ പങ്കുവെച്ചതിന് വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.